വികസനത്തെ അഡ്രസ്സ് ചെയ്ത് ആളുകളെ കാര്യം മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് സമയം കടന്നു പോകും. നമുക്ക് എപ്പോഴും അതാണ് ഈ വികസനം. നമ്മളൊരു കാര്യം പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലാക്കി എത്ര പേർക്ക് പ്രയോജനം ഉണ്ടായിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് വലിയ ടാസ്ക്കാണത്, ഒരു പ്രോസസ്സിംഗ് ആണ്. അതിനുള്ള സമയമില്ല. അപ്പോൾ എന്താണ് വോളറ്റൈലായിട്ടുള്ള എന്ന് വെച്ചാൽ പെട്ടെന്ന് രക്തം തിളയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് വൈകാരികമായിട്ട് പോകാന്നുള്ള. അതാണ് ഇപ്പോൾ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ചെയ്തത് അത് തന്നെയാണ്. കൃത്യമായിട്ട് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഓപ്പറേഷൻ എന്നുള്ളത് അതിനെ കൃത്യമായിട്ട് അവർ പൊലിപ്പിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്കറിയാം എന്താണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം നിരന്തരമായിട്ട് രണ്ട് സമുദായ നേതാക്കളും ഉയർത്തുന്നത് എന്ന് വെച്ചാൽ ആളുകളെ വികസനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം ആൻറ്റി ഇൻകംബൻസി ഇത് മൂന്നിലും തളച്ചിടാതെ ഇവർ ചർച്ച വഴിമാറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ചർച്ച ഇവരിങ്ങനെ വഴിമാറ്റി കൊണ്ടുപോയിരിക്കും. കാരണം സർക്കാരിൻ്റെ വിലയിരുത്തലിനെ കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ പറയുന്ന വികസന പദ്ധതികളെ കുറിച്ചൊക്കെ ചർച്ച വന്ന് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനെത്താൻ ഒരുപാട് സമയം എടുക്കുന്നത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രയോജനം അഡ്വാൻറ്റേജ് അവർക്കില്ല. അപ്പോൾ എപ്പോഴും ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. കാരണം ഈ വർഗീയത ജാതീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ വിശ്വത. അത് എല്ലാ സാധനവും പറഞ്ഞിട്ട് അവസാനം അത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ നിരന്തരമായിട്ട് ഈ വർഗീയത ജാതീയത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് അപ്പോൾ എന്താ സംഭവിച്ചാൽ യു ഡി എഫിനെയും അതിലേക്ക് കൊണ്ടുവരണം. കാരണം അതല്ലെങ്കിൽ എന്ത് ചെയ്യും, യു ഡി എഫ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സർക്കാരിൻ്റെ വികസന പ്രശ്നങ്ങളിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കും, ആ സർക്കാരിൻ്റെ അഴിമതികളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇത് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കളി ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപക്ഷം ചർച്ച ചെയ്യും. അപ്പോൾ പ്രതിപക്ഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കണം എന്ത് ചെയ്യണം, അവരെ ഡിഫെൻസീവിലാക്കാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ സമുദായ നേതാക്കളായിട്ടുള്ള പ്രതിപക്ഷവും സമുദായ നേതാക്കളും നമ്മളുടെ ഏറ്റുമുട്ടലിൽ ഈ കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കഴിയും വരെ കുടുങ്ങി കിടക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് യഥാർത്ഥത്തിൽ CPM-ഉം ഈ പറഞ്ഞ പിണറായി വിജയനല്ല ഇത്തരത്തിൽ കരുക്കൾ നീക്കുന്നത്. ഇതെല്ലാം തന്ത്രപരമായ നീക്കങ്ങളാണ്. അല്ലാണ്ടത് ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് CPM-ന് അറിയാം, പിണറായി വിജയനും അറിയാം, പ്രതിപക്ഷത്തിനും അറിയാം.